ഹലോ കുട്ടീസിന്റെ മക്കളെ, എല്ലാവരും റെഡി ആയിട്ട് നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി സെറ്റ് ആക്കി വെക്കുന്നുണ്ടാവും. കാരണം എന്താ, ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളും നമ്മളെ എക്സാമിലേക്ക് അല്ലെ, ആ എക്സാമിലേക്ക് നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് പഠിച്ച് ഇങ്ങനെ പോകുന്നുണ്ടാവും. പക്ഷെ നമുക്കൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, ഏതാ, ആ ഡെസിമൽ ഫോംസും അതേപോലെ ഡെസിമൽ ഓപ്പറേഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ കാണാം. അതേപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ കണ്ട ഒരു ചോദ്യമായിട്ടാണ് മിസ് വന്നത്. അപ്പൊ അതിൽ എന്തെങ്കിലും ഒരു സംശയം മക്കൾക്ക് ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് ക്ലിയർ ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും എപ്പോഴും ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം എന്ന് കരുതിയാല് നിങ്ങള് ഇനി വരാൻ പോകുന്ന ഇനി നമ്മൾ എഴുതാൻ പോകുന്ന എക്സാമിലേക്ക് ഉറപ്പിച്ചോളൂ, ഈ ചോദ്യം ഉണ്ടായിരിക്കും. ഇതേപോലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, അത് ഉറപ്പാണ് മിസ്സിന്. അപ്പൊ ആ ഒരു ഉറപ്പോട് കൂടെ നമുക്ക് ആ ചോദ്യം ഒന്ന് കണ്ടു നോക്കാം. ഒന്നുമില്ല, നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചൊരു കാര്യം, എന്താടാ, ഇവിടെ കുറച്ച് ആൾക്കാരുടെ ഹൈറ്റ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ടേബിൾ ബിലോ കണ്ടെയ്ൻസ് ഹൈറ്റ് ഓഫ് 5 സ്റ്റുഡൻസ് ഓഫ് മണിപ്പുറം LP സ്കൂൾ. അപ്പൊ മണിപ്പുറം മിസ്സിന്റെ കയ്യില് മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല, പക്ഷെ ഞാൻ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, അപ്പൊ മലയാളം മീഡിയം കുട്ടികളെ ഒരിക്കലും പേടിക്കണ്ട. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ കണ്ടിട്ട് അത് സ്കിപ്പ് ചെയ്ത് പോകുന്നു വേണ്ട, എന്റെ മക്കൾക്ക് മലയാളത്തിൽ മിസ് പറഞ്ഞു തരും കേട്ടോ. അപ്പം മണിപ്പുറം LP സ്കൂള് എന്താണ്, ആ കുറച്ച് കുട്ടികൾ 5 കുട്ടികളുടെ എന്ത് തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട് ടേബിളില്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം, സ്റ്റുഡന്റ് ഷുഡ് സ്റ്റാൻഡ് ബേസ്ഡ് ഓൺ ദെയർ ഹൈറ്റ് ഫ്രം ലോവസ്റ്റ് ടു ഹൈയസ്റ്റ് ഇൻ ദ പെരേഡ്. അപ്പൊ നമുക്ക് പെരേഡ് ഒക്കെ നടത്തില്ല നിങ്ങള് സാധാരണ, നമ്മള് പെരേഡ് നടത്തുന്നതിന്റെ അകത്ത് ലോവസ്റ്റ് ഹൈറ്റിൽ നിന്നും ഹൈയസ്റ്റ് ആയിട്ട് അങ്ങനെയല്ലേ നമ്മൾ നിൽക്കുക. അസംബ്ലിക്കൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾ അങ്ങനെയല്ലേ നിൽക്കുക, നീളം കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്കല്ലേ നിങ്ങൾ വരി വരിയായിട്ട് നിൽക്കുക. അതേപോലെ തന്നെയാണ് എന്ത് ചെയ്തത്, സ്കൂളിൽ നിന്നത് നീളം കുറഞ്ഞ കുട്ടികളിൽ നിന്നും കൂടിയ കുട്ടികളിലേക്ക് ഇങ്ങനെ വരി വരിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി എന്താ പറഞ്ഞേ, ദ സ്റ്റുഡൻസ് ഹു ഹാസ് ദ ലോവസ്റ്റ് ഹൈറ്റ് വിൽ സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹൈയസ്റ്റ് വിൽ സ്റ്റാൻഡ് ദ ബാക്ക്. അപ്പൊ മുന്നിൽ നിൽക്കുന്നത് ആരാ അല്ലേ, ഫ്രണ്ടിൽ നിൽക്കുന്നത് ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ ആളാണ്, ലോവസ്റ്റ് ഹൈറ്റുള്ള ആളാണ്. അതേപോലെ തന്നെ ഫ്രണ്ടിൽ നിൽക്കുന്നത് ആരാ, ഹൈയസ്റ്റ് ഹൈറ്റുള്ള ആളാണ് എന്നാ പറഞ്ഞത്. അപ്പൊ ലോവസ്റ്റ് ഹൈറ്റും ഹൈയസ്റ്റ് ഹൈറ്റും, അപ്പം ഫ്രണ്ടിൽ ഏറ്റവും ചെറുത്, മുന്നിൽ ഏറ്റവും ബാക്കിൽ ഏറ്റവും വലുത്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ വരി വരിയായിട്ട് ആരെ സ്കൂളിൽ 5 കുട്ടികളെ നമുക്ക് നിപ്പിക്കണം. ഓക്കെ ആണോ? എന്റെ കുട്ടികളെ സെറ്റ് ആണെങ്കിൽ, റെഡി ആണെങ്കിൽ നമ്മളാണ് അവരെ എന്ത് ചെയ്യാൻ പോകുന്നത്, അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. അതിന് ഒരു പേര് കൂടെ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഒരു പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഈ ഒരു ലെവൽ ഇല്ലെങ്കിൽ ഒരു കാര്യം ചോദിക്കും, ഒന്നുകിൽ അസെൻഡിങ് ഓർഡറിലാക്കാൻ. എന്തായി അസെൻഡിങ് ഓർഡർ? അത് കണ്ടിട്ട് ആ ഒരു വേർഡ് കണ്ടിട്ട് എന്റെ കുട്ടികൾ പേടിക്കണ്ട. അസെൻഡിങ് ഓർഡർ നമ്മൾ കുഞ്ഞിലേ പഠിക്കുന്ന ഒരു കാര്യമാണ്. ചെറുതിൽ നിന്ന് വലുതിലേക്ക് ആരോഹണ ക്രമത്തിൽ എഴുതുക എന്ന് പറയും. അതാണ് അസെൻഡിങ് ഓർഡർ ആക്കിയിട്ട് മാറ്റി എഴുതാൻ പറയുന്നത്. അപ്പൊ ഇനി അങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടാ പേടിക്കണ്ട. അതിലെന്താ, ഒന്നാമത്തെ ചോദ്യം വായിച്ചു നോക്കിക്കേ, ഹു വിൽ സ്റ്റാൻഡ് ഫസ്റ്റ്, ആരായിരിക്കും ആദ്യം നിൽക്കുന്നത്? അവിടെ നിൽക്കട്ടെ കേട്ടോ, ക്വസ്റ്റ്യൻ ഓരോന്ന് വായിച്ചു പോവാം. അടുത്തേ, ഹു വിൽ സ്റ്റാൻഡ് ലാസ്റ്റ്, ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഏറ്റവും അവസാനം നിൽക്കുന്നത് ആരായിരിക്കും? അടുത്തെന്താ, റൈറ്റ് ദ നെയിം ഓഫ് സ്റ്റുഡൻസ് ഇൻ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ ഹൈറ്റ്. അപ്പൊ ഓരോരുത്തരുടെ ഹൈറ്റിനനുസരിച്ച് അവരുടെ പേര് നമുക്ക് എഴുതി കൊടുത്തൂടെ? ഇവിടെ തന്നിട്ടില്ലേ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ആൻഡ് റൈറ്റ് ദ ഡിഫറൻസ് ഇൻ ഹൈറ്റ് ഇൻ സെന്റിമീറ്റർ ബിറ്റ്വീൻ ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സ്റ്റുഡന്റ് ഇൻ ദ റോ. ആ റോയില് ഫസ്റ്റും ലാസ്റ്റും നിൽക്കുന്ന കുട്ടികളുടെ ഹൈറ്റ് തമ്മിലുള്ള ഡിഫറൻസ്, ഹൈറ്റ് നമ്മൾ കുറച്ചിട്ട് എഴുതി കൊടുക്കാൻ, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കുറച്ച് ഹൈറ്റ് തന്നിട്ടുണ്ട്, അവരുടെ പേരും അങ്ങനെ തന്നെ ഉണ്ട്. ആ പേര് അവിടെ നിൽക്കട്ടെ കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഹൈറ്റിനെ ഒന്ന് അറേഞ്ച് ചെയ്യാം. ചെറുതിൽ നിന്ന് വലുതിലേക്ക് മാറ്റി മാറ്റി എഴുതാം. ഇനി ചെറുതിൽ നിന്ന് വലുതിലേക്ക് ഈ ഒരു ഡെസിമൽ നമ്പറിനെ ഇനിയും എഴുതാൻ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ, സിമ്പിൾ ആയിട്ടുള്ള കാര്യ. എന്താ നമ്മൾ നോക്കുക, ഫസ്റ്റിൽ തന്നെ ആദ്യം തന്നെ നമ്മൾ നോക്കും, ഈ 1 നോക്കൂല്ലേ, ആദ്യത്തെ നമ്പർ അല്ലേ നമ്മൾ ആദ്യം നോക്കുക. അപ്പൊ ആദ്യത്തെ നമ്പർ നോക്കുമ്പോ നോക്കിക്കേ, എല്ലാ സ്ഥലത്തും 1 തന്നെയല്ലേ. അപ്പൊ അതിൽ ഏതാ വലുത് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ അതും വിട്ടു. ഇനി എന്താ, രണ്ടാമത്തെ സെക്ഷൻ ആയിട്ട് നോക്കുക. 1 കഴിഞ്ഞാൽ അല്ലേ, 1 കഴിഞ്ഞാൽ തൊട്ടടുത്ത സംഖ്യ ആരാ നോക്കും. അപ്പൊ നോക്കിക്കേ, ഇവിടെ 4, ഇത് 5, 4, 3, 0. ആരായിരിക്കും ചെറുത്? 0 അല്ലേടാ ചെറുത് വരിക. അപ്പൊ നമ്മൾ ആദ്യം ആരെഴുതണം, 0 എഴുതണം. ആദ്യം തന്നെ ഞാൻ എന്തെഴുതി, 1.05 ആയിരിക്കും ഏറ്റവും ചെറിയത്, ഏറ്റവും ചെറിയ ഹൈറ്റ് ഉള്ള ആളത്. പിന്നെ അത് നമ്മൾ എഴുതിട്ടോ. ഇനി അടുത്ത് നോക്കിക്കേ, രണ്ടാമതായിട്ട് വരുന്നതിലാ, ഇതിലിതാ 3 അല്ലേ രണ്ടാമതായിട്ട് വരുന്നേ. അപ്പൊ 1.39 ആയിരിക്കും അത് കഴിഞ്ഞിട്ട് വരിയിൽ നിൽക്കുന്ന ആള് എന്ന് പറയുന്നത് അല്ലെ. അതും എഴുതി. ഇനി നോക്കിക്കേ, അടുത്ത ആളെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമോ? കാരണം 2 സ്ഥലത്തും 4 തന്നെയാ വന്നത്, 4 തന്നെയാ.
ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് 4 രണ്ട് സ്ഥലത്ത് വന്നത് കൊണ്ട് നമുക്കൊരു കൺഫ്യൂഷൻ ആവും, ആരാണ് വലുത് എന്ന് കൺഫ്യൂഷൻ ആവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത സംഖ്യ നോക്കും. നോക്കിക്കേ, 3 ആണോ 8 ആണോ വലിയത്? എടാ 8 അല്ലേ വലുത്, 3 ചെറുതാ. അപ്പൊ തൊട്ട് ബാക്കിൽ ആര് വരണം? 1.43 വരണം. അപ്പൊ 1.43 ആയിരിക്കും അടുത്ത ആളായിട്ട് നിൽക്കണ്ടേ. ഇനി ആര് നിൽക്കണം? 1.48 നിൽക്കണം. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ആര് വരണം? എടാ 1.5 ആയിരിക്കും ഏറ്റവും ലാസ്റ്റിൽ വരേണ്ട ആള്. അപ്പൊ ഈ ഒരു ഹൈറ്റിന്റെ ക്രമത്തിൽ നമുക്ക് അയാളുടെ പേരൂടെ എഴുതി കൊടുത്തൂടെ? 1.05 അല്ലെ? 1.05 ആൾ ആരായിരുന്നു? അനീഷ് ആയിരുന്നു. അപ്പൊ അനീഷാണ് ഈ വരിയില് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആള്. അപ്പൊ പേരും നമുക്ക് എഴുതാൻ പറ്റി. അടുത്ത് നോക്കിക്കേ, 1.05 കഴിഞ്ഞാൽ അടുത്ത ആളായിരുന്നു ആര്? സ്നേഹ. 1.39. അപ്പൊ അതും എഴുതി. 1.39 സ്നേഹ ആയിരുന്നു. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി അടുത്തത് ആരായിരുന്നു? 1.43 ആരാടാ? സുനിത കുട്ടി ആയിരുന്നു. അപ്പൊ 1.343 എന്ന് പറഞ്ഞാല് സുനിതയാണ്. സുനിത. സെറ്റ്. ഇനി അടുത്ത 1.48 ആരായിരുന്നു? സജിത്ത് ആയിരുന്നു. സജിത്ത്. എന്റെ കുട്ടിക്ക് ബോർഡൊക്കെ കാണുന്നില്ലേ? ഓക്കെ, സജിത്ത്. അപ്പൊ സജിത്ത് ഏറ്റവും ബാക്കിൽ തൊട്ടിപ്പറ അല്ലെ. ഇനി ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്ന ആളാണ് സുനീർ. അവനാണ് നീളം കൂടുതൽ അല്ലെ ക്ലാസ്സില്. അപ്പൊ സുനീർ ആണ് ഏറ്റവും ലാസ്റ്റ്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് അസംബ്ലിക്കാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും ഏറ്റവും വരിയുടെ ലാസ്റ്റ് ഞാനായിരിക്കും. കാരണം എനിക്കായിരിക്കും ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ നീളം. ആ സമയത്തൊക്കെ എനിക്കായിരുന്നു കൂടുതൽ. ഇപ്പോഴും ഏകദേശം നീളം കൂടുതലുള്ള ആൾ ഞാനാണ്. അപ്പൊ ഞാൻ എപ്പോഴും വരിയുടെ ലാസ്റ്റ് ആയിരിക്കും. പക്ഷെ അതെനിക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വരിയുടെ പുറകിൽ നിൽക്കാൻ. മുന്നിൽ നിൽക്കാൻ കുറച്ച് പേടിയായിരുന്നു. പഠിപ്പ് അങ്ങനെയല്ല കേട്ടോ. അപ്പൊ സെറ്റാണ്. ഇതാ നമ്മൾ അതിനനുസരിച്ച് എഴുതി കൊടുത്തിട്ടുണ്ട്. നമ്മളെ ABC ക്വസ്റ്റ്യൻസ് സെറ്റായി. ചെറിയ ആളെയും കിട്ടി, വലിയ ആളെയും കിട്ടി. നമ്മളിതാ ചെറുതിൽ നിന്ന് വലുതിലേക്കും എഴുതി കൊടുത്തു. അത് മാത്രമല്ല പേരും എഴുതി കൊടുത്തു. ഇനി എന്താ വേണ്ടേ? ഒരു ചോദ്യം കൂടെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ ചോദ്യം? വലിയ ആളും ചെറിയ ആളും തമ്മിലുള്ള ഹൈറ്റിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ. അതിനെന്ത് ചെയ്താൽ മതി? 1.5 ആയിരുന്നു വലുത്. ഏറ്റവും ചെറുത് 1.05 ആയിരുന്നു. ഇത് കുറച്ച് നോക്കിയാ പോരെടാ. മൈനസ് ചെയ്ത് നോക്കുക. 5യുടെ മുകളിൽ ഒന്നുമില്ല. അപ്പൊ നമ്മൾ എന്തിട്ട് കൊടുക്കണം എന്ന് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു? 0 ഇട്ട് കൊടുക്കുക. അവിടെ 0 ഇട്ടാലും 1.5 ഒരു മാറ്റം ഉണ്ടാവാൻ പോണില്ല അല്ലെ. അപ്പൊ ഒന്ന് വേഗം നമ്മൾ കുറച്ച് നോക്കിക്കേ. 0ൽ നിന്ന് 5 കുറക്കണം എന്ന് വെച്ചാല് ഒന്നിന് എങ്ങോട്ടേക്ക് കട എടുക്കണം. അപ്പൊ 10 ആയി. 10ൽ നിന്ന് 5 കുറച്ചാൽ എത്ര വരുടാ? 5 തന്നെ വരും അല്ലെ. അപ്പൊ ഇങ്ങോട്ട് കടെടുത്താ ബാക്കി അവിടെ 5 ഉണ്ടോ? ഇല്ല, 4 ഉള്ളൂ. അപ്പൊ 4ൽ നിന്ന് 0 കുറച്ചാല് 4 ആണ്. 1ൽ നിന്ന് 1 കുറച്ചാൽ 0 ആണ്. ഞാൻ എവിടെയാ പോയിന്റ് വെക്കേണ്ടേ? 2 സംഖ്യയുടെ മുൻപിലാണ് പോയിന്റ്. അതേപോലെ 2 സംഖ്യയുടെ മുൻപിൽ പോയിന്റ്. ആൻസറിലും 2 സംഖ്യയുടെ മുൻപിൽ പോയിന്റ് വെക്കണം. എത്ര വരും? 2 ഹൈറ്റ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാല് 0.45 ആയിരിക്കും അവര് രണ്ടുപേരും തമ്മിലുള്ള ഹൈറ്റിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അത്രയും സിമ്പിൾ ആയിട്ട് 5 മാർക്കാണ് എന്റെ മക്കൾക്ക് കിട്ടിയത്. ഈ 5 മാർക്ക് മിസ് ചെയ്യാൻ പാടുണ്ടോ? അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഡെസിമൽ നമ്പേഴ്സിൽ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അത് വലുത് ചെറുത് എന്നുള്ള രീതിയിൽ മാറ്റി എഴുതാൻ നിന്റെ മക്കൾക്ക് ഇത് നോക്കിയാൽ വേഗം കഴിയും. അത് വെച്ചിട്ട് Aയും Bയും Cയും Dയും ഒക്കെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാനും പറ്റും. അപ്പൊ വേഗത്തില് അത്രയും കുഞ്ഞു സമയം കൊണ്ട് ഒരു 5 മാർക്ക് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ എന്റെ മക്കൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ, അല്ലെ എന്റെ മക്കൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായോ നോക്കാൻ മിസ് ഇതാ കുറച്ച് ഹൈറ്റ് അല്ല കുറച്ച് നമ്പേഴ്സ് കൂടെ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ആ നമ്പേഴ്സ് നോക്കുക. ഇത് മക്കള് വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതിക്കോ. ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകണ്ട, വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതുക. എന്നിട്ട് എന്റെ മക്കള് അത് കമന്റ് ബോക്സിൽ കറക്റ്റ് ആയിട്ട് വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതിയിട്ട് കമന്റ് ബോക്സിൽ ഓരോ നമ്പറും എഴുതിയിട്ട് കമന്റ് ചെയ്യണം. അപ്പൊ എന്റെ കൂട്ടർ ആരാണ് അത് ആദ്യം പറഞ്ഞതെന്ന് മിസ് നോക്കുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇനിയും ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ മക്കൾ പഠിക്കുമ്പോൾ ആ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് മിസ് വരുന്നതായിരിക്കും. അപ്പൊ അടുത്ത ചോദ്യം മിസ്സിന്റെ അടുത്ത ചോദ്യം എന്റെ മക്കൾക്ക് കാണാൻ വേണ്ടി താല്പര്യം ഉണ്ടായിരിക്കില്ലേ? നമുക്ക് പഠിക്കണ്ടേ? എക്സാമിന് ഫുൾ മാർക്ക് മേടിക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് അടുത്തൊരു ക്ലാസ്സിൽ കുറച്ച് ചോദ്യമൊക്കെ ആയിട്ട് മിസ് വരാം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ ബൈ.